സ്ത്രീകളിലെ അണുബാധകളും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ DM സംസാരിക്കുന്നു. അണുബാധ അഥവാ ഇൻഫെക്ഷൻ എന്നുള്ളത് നാം സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതും നമുക്കേവർക്കും സുപരിചിതവുമായ ഒരു പദമാണ്. എന്താണ് ഇൻഫെക്ഷൻ? ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളുമായി അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട അണുബാധയാണ്. കണക്കുകൾ അനുസരിച്ച് ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള അണുബാധയുണ്ടാകുന്ന സ്ത്രീകളുടെ എണ്ണം വളരെയേറെ ആണെങ്കിലും ലഭ്യമായ ചില പഠനങ്ങളിൽ സ്ത്രീകളിലെ അണുബാധ 56.4% എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പകുതിയിലേറെ സ്ത്രീകളും അണുബാധ അനുഭവിക്കുന്നവരാണ്. വിവിധ പ്രായക്കാരിൽ വ്യത്യസ്തമായ കാരണങ്ങളാണ് അണുബാധയുണ്ടാക്കുന്നത്. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് 3 വിഭാഗങ്ങളായി തരംതിരിച്ചാണ്. 1. കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകുന്ന അണുബാധ. 2. യുവതികളിലും മധ്യവയസ്കരായ സ്ത്രീകളിലും അതായത് സെക്ഷലി ആക്റ്റീവായ സ്ത്രീകളിലും ഉണ്ടാകുന്ന അണുബാധ. 3. പ്രായമായവരിൽ അഥവാ ആർത്തവവിരാമം സംഭവിച്ചിരുന്നവരിൽ ഉണ്ടാകുന്ന അണുബാധ. ആദ്യമായി കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകുന്ന അണുബാധ മുഖ്യമായും ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ, പൂപ്പൽ ബാധ എന്നൊക്കെ നാം പറയാറുണ്ട്. ഫംഗസ് കാരണമാണ് ഇതുണ്ടാകുന്നത്. പ്രധാനമായും വ്യക്തിശുചിത്വമില്ലായ്മയാണ് ഇതിന് കാരണം. പ്രൈവറ്റ് പാർട്സ് കൃത്യമായി ശുചിയാക്കാതെ വരുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരും. പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് സാനിറ്ററി പാഡ്, മെനിസ്ട്രൽ കപ്പ് ഇതൊക്കെ മാറ്റാതിരിക്കുമ്പോൾ അണുബാധയുണ്ടാകുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണം ചൊറിച്ചിലാണ്. അതുപോലെ യോനീസ്രവത്തിൽ വരുന്ന മാറ്റം. കൗമാരപ്രായത്തിൽ ഒരു ട്രാൻസ്പെറന്റ് മ്യൂക്കോയിഡ് ഡിസ്ചാർജ് യോനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നോർമലാണ്. എന്നാൽ യോനീസ്രവത്തിന് നിറം മാറ്റം വരിക, അത് ദുർഗന്ധമുള്ളതാകുക, ഒപ്പം ചൊറിച്ചിൽ വരിക ഇതൊക്കെ ഇൻഫെക്ഷന്റെ ലക്ഷണമാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? വ്യക്തിശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വ്യക്തിശുചിത്വം പാലിക്കാൻ വളരെ എളുപ്പമുള്ള മാർഗം ഒരു നേരം വൃത്തിയായി കുളിക്കുക എന്നത് തന്നെയാണ്. 2 നേരം കുളിക്കുന്നത് ഏറ്റവും നല്ലത്. നമുക്കിത് കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആർത്തവ സമയത്തും പ്രൈവറ്റ് പാർട്സ് വൃത്തിയാക്കി വയ്ക്കുക. കൗമാരക്കാരിൽ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതൽ ആക്റ്റീവായത് കാരണം വിയർപ്പിന്റെ ഉൽപ്പാദനം കൂടുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്സ് വിയർപ്പും ഈർപ്പവും തങ്ങി നിൽക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകുന്നു. പ്രൈവറ്റ് പാർട്സിലെ രോമങ്ങൾ നീളം കുറച്ച് വെട്ടി വൃത്തിയാക്കി വയ്ക്കുക. പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യോനി ഭാഗത്തു നിന്നും മലദ്വാരത്തിന്റെ ഭാഗത്തേക്ക് കഴുകുക. തിരിച്ചു ചെയ്താൽ അണുബാധ വരുമെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. മെനിസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ സമയത്തെ ശുചിത്വം വളരെ പ്രധാനമാണ്. ഇന്ന് മാർക്കറ്റിൽ വിവിധതരം മെനിസ്ട്രൽ ഹൈജീൻ ടൂൾസ് ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനിസ്ട്രൽ കപ്പ്, ടാമ്പൺസ് അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായ തുണി ഉപയോഗിക്കാവുന്നതാണ്. ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നെങ്കിലും അത് കൃത്യമായ ഇടവേളകളിൽ മാറ്റുക എന്നതാണ് പ്രധാനം. ഒരു സാനിറ്ററി പാഡ് ഏകദേശം 4 മണിക്കൂറാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മെനിസ്ട്രൽ കപ്പ് 4 മുതൽ 6 മണിക്കൂർ വരെ ഉപയോഗിക്കാം. അത് ക്ലീൻ ചെയ്യുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും ശരിയായ രീതിയിലാകണം. തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായി കഴുകി വെയിലത്തിട്ട് ഉണക്കി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പ്രൈവറ്റ് പാർട്സ് ഈർപ്പമില്ലാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഓവർ ക്ലീനിങ്ങും അപകടമാണ്. ഇത് നമ്മുടെ വജൈനൽ ഏരിയയിലെ ഗുണകരമായ ബാക്ടീരിയകളെ നശിപ്പിച്ചു കളയാൻ കാരണമായേക്കാം. മൂത്രത്തിൽ പഴുപ്പാണ് മറ്റൊരു പ്രധാന അണുബാധ. സ്ത്രീകൾ മൂത്രനാളി വളരെ നീളം കുറവായതിനാൽ അണുബാധയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വെള്ളം കുടി കുറയുന്നത് മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ മുഖ്യ കാരണമാണ്. ചെറുപ്പത്തിൽ കിഡ്നിക്ക് പ്രശ്നം, പൈലോനെഫ്രൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ വന്നിട്ടുള്ളവർക്ക് റിക്കറന്റ് UTI അഥവാ ആവർത്തിച്ചുള്ള മൂത്രത്തിൽ പഴുപ്പ് വരാം. ആവശ്യത്തിന് അളവിൽ വെള്ളം കുടിക്കുകയും മൂത്രമൊഴിച്ച് കളയുകയും ചെയ്യുന്നത് വഴി മൂത്രത്തിൽ പഴുപ്പ് ഒരു പരിധിവരെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുകയും ലോക്കൽ ക്രീമുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഫംഗസിനെതിരെയുള്ള ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെയും നമുക്ക് ലളിതവും ഫലപ്രദവുമായി ഇവ ചികിത്സിക്കാം. ഇനി സെക്ഷലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസും വരാറുണ്ട്. ബാക്ടീരിയൽ വജൈനോസിസ്, ട്രൈക്കോമോണാസ് വജൈനൈറ്റിസ്, ജെനിറ്റൽ ഹെർപ്പസ്, ക്ലെമീഡിയ ഇൻഫെക്ഷൻ, കാൻഡിഡിയാസിസ് തുടങ്ങിയ അസുഖങ്ങൾ സാധാരണയായി കണ്ടുവരുന്നു. ലക്ഷണങ്ങൾ പ്രധാനമായും ചൊറിച്ചിൽ, അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ് അഥവാ വെള്ളപ്പോക്ക്, അതായത് യോനീസ്രവത്തിന് തൈരിന്റെ നിറം, മഞ്ഞ നിറം, രക്തം കലർന്ന നിറം തുടങ്ങിയ മാറ്റം വരികയും അടിവയറ് വേദന, ആർത്തവ സമയത്തും ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴുള്ള വേദന തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ആന്റിബയോട്ടിക്കൽ ചികിത്സയിലൂടെയും
ലോക്കൽ പാർട്സിന്റെ ചികിത്സയിലൂടെയും കൃത്യമായും ഫലപ്രദമായും ഇവ ചികിത്സിച്ചു മാറ്റാവുന്നതാണ്. എന്നാൽ ഈ അണുബാധ ചികിത്സിക്കാതിരുന്നാൽ വന്ധ്യത ഉൾപ്പെടെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ക്രോണിക് പെൽവിക് പെയിൻ അഥവാ സ്ഥിരമായുള്ള വയറുവേദന, പെൽവിക് അഡഷൻസ്, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന ഒട്ടലുകൾ, PID അഥവാ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നിവ ചില കോംപ്ലിക്കേഷൻസ് ആണ്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസ് അഥവാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് മറ്റൊരു പ്രധാന കാരണമാണ്. HIV എയ്ഡ്സിനെ കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ്. അതുപോലെ സിഫിലിസ്, ഗൊണോറിയ തുടങ്ങിയവയും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. പാർട്ട്ണർ ട്രീറ്റ്മെന്റ് അഥവാ പങ്കാളിയുടെ ചികിത്സ വളരെ പ്രാധാന്യമർഹിക്കുന്നു. സെക്സ് എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്കും കൗമാരക്കാർക്കും നൽകുന്നതിലൂടെ ഇത്തരം അസുഖങ്ങൾ ഒഴിവാക്കാൻ കഴിയും. വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന ലൈംഗിക ബന്ധങ്ങൾ, ഒന്നിലധികം സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നത്, ഓറൽ സെക്സ്, ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ കോണ്ടം പോലെയുള്ള ബാരിയർ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാത്തത്, ലൈംഗിക ബന്ധത്തിൽ കൂടി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ നമുക്ക് STDs അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാൻ കാരണമാകും. ലൈംഗിക വിദ്യാഭ്യാസം സ്കൂൾ, കോളേജ് തലങ്ങളിൽ നൽകുന്നതിലൂടെ ഇത് വളരെ വലിയ തോതിൽ തടയാനാകും. ഇനി പ്രായമായവരിൽ അഥവാ ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിൽ വരുന്ന അണുബാധ പ്രധാനമായും ശരീരത്തിലെ ഹോർമോണിന്റെ അഭാവം മൂലം പ്രൈവറ്റ് പാർട്സിൽ ചൊറിച്ചിലും വരൾച്ചയും അനുഭവപ്പെടുന്നത് കാരണമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കാരണം പ്രതിരോധശേഷി കുറയുന്നവരിൽ വളരെ സാധാരണയായി ഈ അണുബാധയുണ്ടാകും. ഡയബറ്റിസ് അഥവാ പ്രമേഹം, കാൻഡിഡിയാസിസ് പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കാരണമാകും. അതുപോലെ കിഡ്നിയുടെ അസുഖം, ക്യാൻസറിന് കീമോതെറാപ്പി കഴിഞ്ഞ ആൾക്കാർ, ഇവർക്കൊക്കെ അണുബാധയുണ്ടാകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക് കൺട്രോൾ, അതായത് ഷുഗർ നോർമലാക്കി നിർത്തുന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. അതുപോലെ മറ്റ് അസുഖങ്ങളുടെ നിയന്ത്രണവും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും പ്രധാനമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൾവൽ ക്യാൻസർ അഥവാ പ്രൈവറ്റ് പാർട്സിൽ വരുന്ന ക്യാൻസർ പോലും പ്രസന്റ് ചെയ്യുന്നത് ചൊറിച്ചിലായിട്ടാണ്. പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാക്സിനേഷൻ മുഖ്യ പങ്ക് വഹിക്കുന്നു. HPV വാക്സിനേഷൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സ്ത്രീകളിലെ രണ്ടാമത്തെ കോമൺ ക്യാൻസറായ ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകാൻ പ്രധാന കാരണം HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നറിയപ്പെടുന്ന ഒരു വൈറസാണ്. HPV വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് ക്യാൻസറിനെതിരെ സംരക്ഷണം ലഭിക്കുന്നു. 9 മുതൽ 14 വയസ്സുവരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും HPV വാക്സിൻ എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. മുൻപ് സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ പുതിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ 45 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് ഇന്ന് HPV വാക്സിൻ എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഗർഭാശയമുഖ ക്യാൻസറിന്റെ സ്ക്രീനിംഗ് ആയ പാപ്സ്മിയർ ടെസ്റ്റിലൂടെ ക്യാൻസറിന്റെ സാധ്യത വളരെ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ മാരകമായ സർവൈക്കൽ ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ കഴിയും. കൂടാതെ HPV ഇൻഫെക്ഷൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊരു പ്രധാന അണുബാധയാണ് റുബെല്ല ഇൻഫെക്ഷൻ. റുബെല്ല ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാൻ സാധ്യതയുള്ള കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം വരാൻ കാരണമാകുന്നു. റുബെല്ല വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വൈകല്യങ്ങൾ വരാതെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇങ്ങനെ വളരെ ലളിതവും എന്നാൽ പലപ്പോഴും നാം അവഗണിച്ച് കളയുകയും ചെയ്യുന്ന അണുബാധയുടെ ശരിയായ ചികിത്സയിലൂടെയും അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണത്തിലൂടെയും സ്ത്രീകളുടെ ആരോഗ്യം വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ കഴിയും. സ്ത്രീകളിലെ അണുബാധകളും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ DM സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shaka